വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം സഹോദരി വൈഗയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ ദൈവവചനവുമായി ബന്ധപ്പെട്ട് ശ്രവിക്കുകയുണ്ടായി. ഒരുപാട് പേർക്ക് അതൊരു ആശ്വാസവും വിടുതലും ഉണ്ടാകുകയും പല വ്യക്തികളും എന്നെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കൗൺസിലിംഗ് മെത്തേഡ് എന്ന പോലെ ദൈവം എന്നെ ധാരാളമായി നടത്തുന്നു. ഞാൻ ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവം എന്നിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് അനേകർക്ക് അതൊരു ആശ്വാസവും വിടുതലുമാണെന്ന് അറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് കീഴ്പ്പെടാതെ നമ്മൾ മുന്നോട്ട് പോകുന്ന പല അവസരങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മൾ തിരിച്ചറിയണം. അത്യുന്നതനായിട്ടുള്ള ദൈവം നമുക്ക് മനുഷ്യരുമായി ധാരാളം ഉടമ്പടികൾ ചെയ്തിട്ടുണ്ട്. ഉടമ്പടികളുണ്ട്. എന്താണ് ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാല്ലേ, നമ്മള് വാടക ഉടമ്പടി കരാർ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. വസ്തു വാങ്ങിക്കുന്നെങ്കിൽ നമ്മളതൊരു എഗ്രിമെന്റ് ആദ്യം എഴുതിക്കൊണ്ട് അതിനൊരു കരാർ ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മളത് പ്രമാണം ചെയ്യുന്നതിലേക്ക് പോകുന്നത്. എല്ലാത്തിനും ഒരു ഉടമ്പടിയുണ്ട്. വിവാഹത്തിനൊരു ഉടമ്പടിയുണ്ട്, ഒരു കരാറുണ്ട്, ഒരു നിയമവ്യവസ്ഥയുണ്ട്. അപ്പൊ ഉടമ്പടി ദൈവം മനുഷ്യരുമായിട്ടുള്ള കുറെ ഉടമ്പടികൾ, കുറെ നിയമവ്യവസ്ഥകളുണ്ട്. ആ നിയമവ്യവസ്ഥകൾ വിട്ടുകൊണ്ട് ദൈവം പ്രവർത്തിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇതാണ്: എന്താണ് ദൈവത്തിന്റെ ഉടമ്പടി? മനുഷ്യൻ എന്തെല്ലാം ഉടമ്പടികളിലാണ് ദൈവവുമായിട്ട് നിൽക്കേണ്ടുന്നത്? ഈ വിധ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ്, അല്ലെങ്കിൽ വചനത്തിൽ നിന്ന് നമ്മളോട് ദൈവം എന്താണ് സംസാരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള സമയങ്ങളിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദൈവം പഴയ നിയമത്തിൽ മനുഷ്യരുമായി അല്ലെങ്കിൽ ഭൂമിയിലുള്ള സകല ജന്തുക്കളോടും ചെയ്തിട്ടുള്ള ഒരു ഉടമ്പടിയെ കുറിച്ച് നമുക്ക് ചിന്തിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 9-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് ദൈവം മനുഷ്യനുമായിട്ട്, ജീവനുള്ള ജന്തുക്കളുമായിട്ടുള്ള ഒരു ഉടമ്പടി നമ്മൾ കാണുന്നത്. 9-ാം അധ്യായം പറയുന്നു: ഞാനിതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോടുകൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു. ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കയില്ല. ഭൂമിയെ നശിപ്പിക്കാൻ ഇനി പ്രളയം ഉണ്ടാവുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോടൊരു നിയമം ചെയ്യുന്നു. ദൈവം ആദ്യം ഒരു നിയമം വെച്ചു മനുഷ്യർക്കും, അല്ലെ ഭൂമിയിലുള്ള സകല ജീവജാല ജന്തുക്കളും അതിനകത്ത് മനുഷ്യനും വരുന്നുണ്ട്. മനുഷ്യരോട് ഒരു നിയമം വെച്ചു, ഉടമ്പടി വെച്ചു. അപ്പൊ ആ ഒരു ഉടമ്പടിയിൽ കൃത്യമായിട്ട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്: ഇനി ജലപ്രളയത്തെ നമുക്കറിയാം. നോഹയുടെ കാലഘട്ടത്തിൽ ജലപ്രളയം ഉണ്ടായി, ഒരു പെട്ടകം ഉണ്ടാക്കി അതിനകത്ത് കയറിയ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ച നോഹയും കുടുംബവും ജന്തുക്കളുടെ ഇണകളും മൃഗങ്ങളുടെ ഇണകളോടും കൂടി പെട്ടകത്തിനകത്ത് കയറിയതും മാത്രം രക്ഷപ്പെട്ടു. ബാക്കിയുള്ള സകലതും നശിച്ചു പോയ ഒരു കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട്, നോഹയുടെ കാലഘട്ടം. എന്നാൽ ദൈവം മനുഷ്യനോട് അരുളി ചെയ്യുന്ന ഒരു കാര്യമാണ്: ഞാനും നിങ്ങളുമായിട്ടൊരു ഉടമ്പടി വെക്കുന്നു. ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളും ദൈവവുമായിട്ടൊരു ഉടമ്പടി ഉണ്ടോ? ഒരു നിയമ കരാറിൽ നിങ്ങൾ ഒപ്പിട്ടിട്ടുണ്ടോ? നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തോട് ചോദിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങൾ ദൈവവുമായിട്ടൊരു കരാറിൽ ഒപ്പിട്ട് ആ കരാറിൻ പ്രകാരമാണോ മുന്നോട്ട് പോകുന്നത്? നമ്മൾ തന്നെ നമ്മളെ അനലൈസ് ചെയ്യണം. മറ്റൊരു വ്യക്തിയെ നമ്മളെ ചൂണ്ടുന്നതിനേക്കാളും നല്ലതാണ് നമ്മുടെ വിരലുകൾ നമുക്ക് നേരെ ചൂണ്ടുന്നത്. അപ്പൊ നമ്മൾ ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിൽ നമ്മൾ ഇന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അപ്പൊ നമുക്ക് വചനഭാഗത്തേക്ക് വരാം. അപ്പൊ ദൈവം ഒരു ഉടമ്പടി ചെയ്തു, ഒരു നിയമം ചെയ്തു. അപ്പൊ ദൈവം എപ്പോഴും നിയമം വെക്കുവാനും നിയമത്തിനെ പാലിക്കുവാനും മറു സൈഡിൽ നിൽക്കുന്ന വ്യക്തിയും ആ നിയമത്തെ പാലിച്ചു നിൽക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു മഹോന്നതനാണ് നമ്മുടെ ദൈവം. ഉൽപ്പത്തി പുസ്തകം തന്നെ 17-ാം അധ്യായത്തില് അബ്രാമിന് പ്രത്യക്ഷനായിട്ടുള്ള, അല്ലെങ്കിൽ അബ്രഹാമിനോട് ദൈവം കൊടുത്തേക്കുന്ന, സർവശക്തനായിട്ടുള്ള ദൈവം പ്രത്യക്ഷനായി അബ്രാമിനോട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അതിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു: എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും. അപ്പം നിനക്കും എനിക്കും, മനുഷ്യനാകുന്ന നമ്മൾക്കും ദൈവത്തിന് മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും. ആ ഒരു നിയമം ദൈവം അവിടെ വെക്കും.
നിന്നെ അധികമായി വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അപ്പൊ ദൈവത്തിന്റെ ഒരു നിയമം നമുക്ക് ഇടയിലുണ്ടെങ്കിൽ നമ്മളെ അധികമായി വർദ്ധിപ്പിക്കാൻ ശക്തനാണ് നമ്മുടെ ദൈവം. നമ്മളെ അധികമായി വർദ്ധിപ്പിക്കണമെങ്കിൽ, നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ, നമുക്ക് മറ്റു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ഈ ലോകത്തിലായിക്കോട്ടെ വരുന്ന ലോകത്തിലായിക്കോട്ടെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ, അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ നമ്മളും ദൈവമായിട്ടൊരു നിയമം വേണം, ഒരു ഉടമ്പടി വേണം. അപ്പൊ അബ്രഹാമിനോട് ഇവിടെ ദൈവം പറഞ്ഞൊരു കാര്യമാണ്, ഞാനും നീയുമായിട്ടൊരു നിയമം വെക്കും. അങ്ങനെ ഒരു നിയമം വെക്കുകയും നിന്നെ ഞാൻ അധികമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ ഒരു നിയമം വെക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാം അവിടെ എന്താ ചെയ്തത്? നമ്മളിൽ പലരും ചെയ്യുന്നത് പോലെ പുറമോട്ട് ഓടി പോവുകയല്ല ചെയ്തത്. എനിക്ക് ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങളാണ് വലുത്, എനിക്ക് എന്റെ വഴിക്ക് ജീവിക്കണം എന്നുള്ള രീതിയിൽ, ചിന്താഗതിയിൽ അവിടം വിട്ട് ഓടി പോവുകയല്ല ചെയ്തത്. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണു. തന്നെ അവിടെ ദൈവത്തിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്തു. നമ്മൾ ചെയ്യാറുണ്ടോ? ദൈവത്തിന്റെ മുമ്പിൽ ദൈവവും ഞാനുമായി ഈ ഒരു ഉടമ്പടി വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ സറണ്ടർ ആകാറുണ്ടോ? പക്ഷെ അബ്രഹാം ചെയ്തത് എന്താണ്? അവിടെ ദൈവത്തിന്റെ മുമ്പിൽ സറണ്ടറായി. ആ സമയത്ത് ദൈവം അരുളി ചെയ്തു. ദൈവമക്കളെ, ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്, ദൈവവും നമ്മളുമായിട്ടൊരു ഉടമ്പടി ഉണ്ട്, ഒരു നിയമമുണ്ട്. ആ ഒരു നിയമം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുവെങ്കിൽ, എന്റെ മുമ്പിലേക്ക് വരുന്നുവെങ്കിൽ, അബ്രഹാം നമുക്ക് കാണിച്ചു തന്നതുപോലെ ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് സറണ്ടർ ആകുക, ഒന്ന് സാഷ്ടാംഗം വീഴുക, ഹൃദയത്തെ ദൈവത്തിന്റെ മുന്നിലേക്ക് അർപ്പിച്ചു കൊടുക്കുക. അപ്പോ ദൈവം എന്ത് ചെയ്യും? ഒരു അരുളിപ്പാടൊക്കെ തരും നമുക്ക്. നമ്മളോട് ദൈവം സംസാരിക്കും. എന്താണ് സംസാരിച്ചത്? ദൈവം അവനോട് അരുളി ചെയ്തു. 4-ാമത്തെ വാക്യം പറയുന്നു, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്. എനിക്ക്, ദൈവത്തിന് നിന്നോടൊരു നിയമമുണ്ട്. നീ ബഹുജാതികൾക്കും പിതാവാകും. 4-ാമത്തെ വാക്യമാണ് പറയുന്നത്, നീ ബഹുജാതികൾക്കും പിതാവാകും. നമ്മൾ വിചാരിക്കും അത് ആദ്യ കാലഘട്ടത്തിൽ അബ്രഹാമിനോട് പറഞ്ഞതല്ലേ, ബഹുജാതികൾക്കും പിതാവാകും. ദൈവം അബ്രഹാമുമായിട്ടാണ് ഉടമ്പടി. പക്ഷെ ഒന്ന് ചിന്തിക്കുക, ഇന്ന് നമ്മളോടാണ് പറയുന്നത് ബഹുജാതികൾക്ക് പിതാവാകുക എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ കാലഘട്ടത്തില് ദൈവത്തെ അറിയാത്ത, യേശുക്രിസ്തുവിനെ അറിയാത്ത, യേശുക്രിസ്തുവിനെ തള്ളി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന, സത്യദൈവത്തെ തിരിച്ചറിയാത്ത ബഹുജാതികൾ നമ്മുടെ മുമ്പിലുണ്ട്. സഹോദര സഹോദരി, നിന്നെ ബഹുജാതികൾക്ക് പിതാവാകാനാണ് വിളിച്ചിരിക്കുന്നത്. ആ പിതാവാകാൻ വിളിച്ചിരിക്കുന്ന നിങ്ങൾ അതിനെ തട്ടിക്കളഞ്ഞിട്ട് ദൈവത്തിന്റെ മുമ്പിൽ സറണ്ടർ ആകാതെ നിങ്ങൾക്ക് പോകാനാകില്ല. അപ്പൊ ബഹുജാതികൾക്ക് പിതാവാകും. അങ്ങനെ പിതാവാകുമ്പോൾ ദൈവം അവിടെ പേരൊക്കെ ഒന്ന് മാറ്റി എഴുതും. അതുവരെ അബ്രാം എന്നുണ്ടായിരുന്ന പേര് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കുക, അബ്രഹാം എന്നാണ്. പേരിനൊരു മാറ്റം വന്നു. കുഞ്ഞെ, ഇന്ന് നീ ചിന്തിക്കൂ, നിന്റെ പേര് അത് നിനക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നിന്റെ കുടുംബ പേര് കുടുംബ മഹിമ ഇല്ലാത്തത് കൊണ്ട്, നിന്റെ കുടുംബത്തിനകത്തുള്ള അന്തഛിദ്രങ്ങൾ കൊണ്ട്, ഭിന്നിപ്പിച്ചു പോയ കുടുംബത്തിന്റെ ആ ഒരു സ്ഥിതികൾ കൊണ്ട്, നാട്ടിലും വീട്ടിലും നിന്റെ ആ ഒരു കുടുംബത്തിനൊരു പേരില്ല, നിനക്കൊരു പേരില്ല. നിന്റെ ആ പേരിനെ മാറ്റി എഴുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് സർവശക്തനായിട്ടുള്ള, ജീവനുള്ള, സ്വർഗത്തിൽ വസിക്കുന്ന ജീവനുള്ള ദൈവം, യഹോവയാം ദൈവം. അപ്പൊ നിന്റെ പേരിനൊരു മാറ്റം വരും, നിന്റെ സ്ഥലത്തിന്റെ പേരിനൊരു മാറ്റം വരും, ഒരു പുതുമ വരും. ഈ പുതുമകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അറിയണമെങ്കിൽ ആദ്യം ദൈവമായിട്ടൊരു നിയമം വെക്കണം, ഒരു ഉടമ്പടി ഉണ്ടാക്കണം, ദൈവത്തിന്റെ മുമ്പിൽ സറണ്ടർ ആകണം, സാഷ്ടാംഗം വീഴണം. ഇത് മറ്റു മനുഷ്യരുടെ മുമ്പിലല്ല. ലാഭേച്ഛ കൊണ്ട് സകല മനുഷ്യരുടെ മുമ്പിൽ പോയി താണു വീണ് ദൈവക്രമം വിട്ട്, ദൈവം പറയുന്ന വചനങ്ങൾ, വാക്കുകൾ യഥാരീതിയിൽ അനുസരിക്കാതെ, ദൈവം എന്താണോ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം അങ്ങനെ ഗ്രഹിക്കാതെ നേരെ ഓപ്പോസിറ്റ് ഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കാനല്ല ദൈവം എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴുക, ദൈവം വെച്ചേക്കുന്ന നിയമം എന്തെന്ന് തിരിച്ചറിയുക. അവിടെ ദൈവം കുറെ വാഗ്ദത്തങ്ങൾ തന്നു. ഇന്ന് അനേക രാജാക്കന്മാർ ഉത്ഭവിക്കും. ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ ഞാൻ എന്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും.
ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എന്റെ നിയമത്തെ നിത്യനിയമമായി ഞാൻ സ്ഥാപിക്കും. അങ്ങനെയെങ്കിൽ അബ്രഹാമിന്റെ പിന്തുടർച്ചയായി വന്നേക്കുന്ന വ്യക്തികൾ, അപ്പൊ നമ്മൾ പറയാതെ യഹൂദന്മാരാണ്, അവിടെ നിന്നാണ് ജാതികളിലേക്ക് കൊടുത്തത്. സ്വന്തത്തിലേക്ക് വന്നിട്ട് സ്വന്തക്കാർ ക്രിസ്തുവിനെ കൈക്കൊണ്ടില്ല. അപ്പോൾ ആ രക്ഷ ജാതികളിലേക്ക് മാറി. അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്കും തന്നിരിക്കാൻ നമ്മളും ആ ഒരു അവകാശിയാണ്. അബ്രാം പിതാവിന്റെ പിൻതലമുറക്കാർ എന്ന് പറയാൻ നമ്മളും അവകാശികളാണ്. അതുകൊണ്ടാണ് ആ നിയമം ദൈവം നമ്മുടെ മധ്യയും വെച്ചിരിക്കുന്നത്. ആ നിയമം ദൈവം നമുക്കും തന്നിരിക്കുന്നത്. തലമുറ തലമുറയായിട്ട് ആ ഒരു നിയമമുണ്ട്. എനിക്കും നിങ്ങൾക്കും നിയമമുണ്ട്, ഉടമ്പടി ഉണ്ട്. സ്തോത്രം. അത് നിങ്ങൾ മനസ്സിലാക്കുന്ന നിങ്ങളുടെ കൃപയ്ക്കായി, ദൈവം നിങ്ങൾക്ക് തന്നേക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ നിയമം നമ്മൾ മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ കൊടുത്ത നിയമം നമ്മൾ കണ്ടു. ഉൽപ്പത്തി പുസ്തകം 26:3 നമ്മള് ദർശിക്കുന്ന ഒരു യഹോവയുണ്ട്. സത്യം നിവർത്തിക്കും. കാരണം നിന്റെ പിതാവുമായി ഞാനൊരു സത്യം ചെയ്തിട്ടുണ്ട് ഇസഹാക്കേ, നീ ആരുടെയും മുമ്പിൽ കൈനീട്ടാൻ പോകണ്ടെന്ന കാര്യമില്ല. നിനക്കിന്ന് ദാരിദ്ര്യമുണ്ടോ, ക്ഷാമമുണ്ടോ, പട്ടിണിയുണ്ടോ, പക്ഷെ നീ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാൻ പോകണ്ടെന്ന കാര്യമില്ല. വലിയ ക്ഷാമം ഉണ്ടായ ഒരു സമയത്ത് ഇസ്ഹാക്ക് ഗെരാലിയൽ ഫെലിസ്ത്യരുടെ രാജാവായ അബിമേലെക്കിന്റെ അടുക്കലേക്ക് പോയി. ആ സമയത്ത് ഇസ്ഹാക്കിന് ദൈവം പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, നീ മിസ്രൈമിലേക്ക് പോകരുത്, നീ അവിടേക്ക് പോകണ്ട. ദൈവമക്കളെ, ഞാനൊന്ന് പറയാം, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാൻ പോകണ്ടെന്നേ. കാരണം ദൈവം ഉടമ്പടി ചെയ്തേക്കുന്നത് നമ്മളോടാണ്. ദൈവം നമ്മളോടാണ് ഉടമ്പടി ചെയ്തേക്കുന്നത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കയില്ല എന്ന് പറയുന്ന സമയത്ത് ആശ്രയത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരിലേക്ക് ചെന്ന് ദൈവത്തിന് നാണം കെടുത്താനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. അന്ന് ഇസഹാക്കിനോട് ദൈവം പറഞ്ഞതുപോലെ നീ പോകണ്ട, നീ പോകണ്ട, നീ ഒരു വ്യക്തികളുടെ മുമ്പിലേക്ക് നീ പോകണ്ട. നീ പോകേണ്ടുന്നത് എവിടെയാണ്? ദൈവത്തിന്റെ മുമ്പിൽ സറണ്ടർ ആവൂ. കാരണം നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ നിയമം ചെയ്തിട്ടുണ്ട്. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ ദേശത്ത് താമസിക്ക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. ദൈവം സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കും. വിശ്വസിക്കാം. ദൈവം സത്യം ചെയ്തിട്ടുണ്ട്. ദൈവമാണ് അത് സത്യം ചെയ്തിരിക്കുന്നത്. ദൈവമാണ് നമുക്ക് നന്മ, ആ നിയമം തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കഷ്ടതയിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും നമ്മുടെ പോരായ്മകളിലും അയ്യോ എവിടേക്ക് ഞാൻ പോകണം, എവിടെ ആരുടെ അടുക്കൽ ഞാൻ പോകണം, ആരെനിക്കൊരു നന്മയായി എഴുന്നേൽക്കുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന് ഹിതമല്ലാത്തടത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. ദൈവത്തിന് ഹിതമില്ലാത്തടത്തേക്ക് നമ്മൾ പോകേണ്ടെന്ന കാര്യമില്ല. നമ്മളോടാണ് ദൈവം സത്യം ചെയ്തിട്ടുള്ളത്, നമ്മളോടാണ് നിയമം ചെയ്തിട്ടുള്ളത്. അതിൽ വിശ്വസിക്കുക, ദൈവത്തിൽ പിടിമുറുക്കുക. അപ്പോ ഇസഹാക്കിനെ അവിടെ പറഞ്ഞ ദൈവം നിർത്തിയിട്ട് വീണ്ടും തന്റെ വചനത്തെ, തന്റെ വാക്കുകളെ, തന്റെ സത്യത്തെ അവിടെ ഉറപ്പിച്ചു. പുറപ്പാട് പുസ്തകം 19:5 പറയുന്നു, ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ചു പ്രത്യേക സമ്പത്തായിരിക്കും, ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവം നമ്മളോട് പറയുകയാണ്, എന്റെ വാക്ക് നീ കേട്ട് അനുസരിക്കണം. നമുക്കറിയാം, അനുസരണക്കേട് കാണിച്ച ഒരു കൂട്ടരെ എവിടെ? ഏദൻ തോട്ടത്തില് ആദാമിനോടും ഹവ്വയോടും ദൈവം പറഞ്ഞൊരു കാര്യമാണ്, ഈ സകലതും നിങ്ങൾക്ക് അനുഭവിക്കാം, സകലതും നിങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ ഈ തോട്ടത്തിന്റെ നടുവിൽ കാണുന്ന ഈ മരത്തിൽ നിന്നുള്ള പഴം നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല. അവിടെ ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തത് കൊണ്ട് അവിടെ ഒരു അനുസരണക്കേട് വന്നു. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം തിന്മ അനുഭവിക്കാൻ കാരണമായി. അപ്പൊ അനുസരണ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭാഗത്ത് അത് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ്. അനുസരണ എന്നാൽ എന്താണ്? ബ്രിട്ടീഷുകാർ പണ്ട് നമ്മുടെ ഇന്ത്യയെ അടക്കി ഭരിച്ചിരുന്നത് പോലെ, കീഴ്പ്പെടുത്തി ഭരിച്ചിരുന്ന പോലെ ഒന്നും ദൈവം ഭരിക്കുന്നില്ല. ദൈവം നമ്മളെയൊക്കെ ഫ്രീ വില്ലായിട്ടാണല്ലോ വിട്ടേക്കുന്നത്. അവിടെ ദൈവം പറയുന്ന ഇതേ ഉള്ളൂ, ദൈവം പറഞ്ഞേക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ അനുസരണ പ്രാപിക്കുക. ഈ അനുസരണ എന്ന് പറയുന്നത് ഒറ്റ കാര്യങ്ങളുള്ളൂ, നിങ്ങൾ അതിനെ ഫോളോ ചെയ്യുക, നിങ്ങൾ അതിനെ പിന്തുടരുക.
അല്ലാതെ ബലാത്കാരമായിട്ട് ദൈവം ആരെ അനുസരിപ്പിക്കാൻ നോക്കുന്നില്ല. അപ്പൊ ദൈവം ഒരു നിയമം വെച്ചിട്ടുണ്ട്, ആ നിയമത്തെ നിങ്ങൾ ഫോളോ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുകയും നിങ്ങൾ ആ ഒരു നിയമത്തെ പ്രമാണിക്കണം, അനുസരിച്ച് അങ്ങനെ തന്നെ ജീവിക്കുകയും ചെയ്താൽ എനിക്കും സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ആര്? നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. അപ്പൊ നമ്മളോട് ദൈവം പറയുകയാണ്, കുഞ്ഞെ, മറ്റുള്ള കോടാനുകോടി ജനങ്ങൾ നിന്നോട്ടെ, കോടാനുകോടി വ്യക്തികൾ നിന്നോട്ടെ, നീ പക്ഷെ എനിക്ക് സമ്പത്താണ്, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞാണ്. പക്ഷെ നീ വേണ്ടുന്ന ഒരു കാര്യമാണ്, നിന്നിൽ നിന്ന് എനിക്ക് വേണ്ടുന്നത്, എന്റെ പ്രമാണത്തെ നീ ഫോളോ ചെയ്യണം, നീ അതിൻ പ്രകാരം നടക്കണം. നടന്നാൽ നീ എന്റെ പ്രിയപ്പെട്ടതാണ്, പ്രിയപ്പെട്ട കുഞ്ഞാണ്. ദൈവം നമ്മളോട് പറയുകയാണ്, അത് കേട്ട് നമ്മൾ അനുസരിക്കണം. അല്ലാതെ അതിനെ പട്ടാള ചിട്ടയാക്കി ദൈവം വെച്ചിട്ടില്ല. പട്ടാള ചിട്ട എന്ന് പറയാൻ പറ്റില്ല, കാരണം പട്ടാള ചിട്ട എന്ന് പറയുന്നത് ഒരു ഓർഡറാണ്. അതങ്ങനെയല്ല, അടിമത്തമാക്കി വെച്ചിട്ടില്ല. അതാണ് അതിന്റെ ശരി. ഒരു അടിമത്തമാക്കി ദൈവം വെച്ചിട്ടില്ല. നമുക്ക് വേണ്ടുന്ന സകല സ്വാതന്ത്ര്യവും തന്നുകൊണ്ടാണ് ദൈവം നമ്മളോട് ആ കൽപ്പനകൾ വെച്ചിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 24 അധ്യായം അതിന്റെ 7 വാക്യം നമ്മൾ വായിക്കുന്നു. അവൻ നിയമപുസ്തകം എടുത്തു. ആരാണ്? മോശെ. നിയമപുസ്തകം എടുത്തു, ജനം കേൾക്കെ വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. ആരാണ്? ഇസ്രായേൽ മക്കൾ പറഞ്ഞു. മോശ ആ നിയമപുസ്തകങ്ങൾ എടുത്ത് കൃത്യമായിട്ട് വായിച്ച് അവരെ മനസ്സിലാക്കി കൊടുത്തപ്പോൾ ആ ജനങ്ങളെല്ലാം പറയുകയാണ്, പ്രമാണങ്ങൾ, കൽപ്പനകൾ, ഉടമ്പടികൾ അനുസരിച്ച് ഞങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. 8 വാക്യം പറയുന്നു, അപ്പോൾ മോശെ രക്തമെടുത്തു ജനത്തിന്മേൽ തളിച്ചു. സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. അപ്പൊ അന്നൊരു നിയമത്തിന്റെ രക്തം വെച്ചു. പഴയ നിയമ കാലഘട്ടത്തിൽ പുറപ്പാട് പുസ്തകം 24 അധ്യായം അതിന്റെ 8 വാക്യത്തിൽ മോശ രക്തമെടുത്തു ജനങ്ങളുടെ മേൽ തളിക്കുകയാണ് ചെയ്തത്. ഇത് ചിലതിന്റെ നിഴലല്ലേ? പുതിയ നിയമ കാലഘട്ടത്തിന്റെ ഒരു നിഴൽ നമ്മൾ അവിടെ കണ്ടു. അപ്പൊ ദൈവത്തിന്റെ ഉടമ്പടിയെ പാലിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് മോശ എന്ന് പറയുന്ന ഒരു മനുഷ്യനിലൂടെ ദൈവം അവിടെ രക്തം തെളിയിച്ചു കൊടുത്തു, ജനങ്ങളിലേക്ക് തെളിയിച്ചു കൊടുത്തു. അപ്പൊ ആ ഒരു രക്തം നമ്മളുടെ ക്രിസ്തുവേശുവിന്റെ ക്രൂശീകരണത്തിന്റെ ഒരു നിഴലായിട്ട് നമുക്ക് കാണാം. നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. ഇപ്പൊ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പഴയ നിയമത്തിലുള്ള ദൈവത്തിന്റെ ഉടമ്പടികളാണ്. അപ്പൊ ഓരോരോ മുഖാന്തരങ്ങൾ വെച്ചുകൊണ്ട്, ഓരോരോ ക്രിയകൾ വെച്ചുകൊണ്ട് ദൈവം മനുഷ്യരോട് ഓരോരോ നിയമങ്ങൾ വെക്കുന്നുണ്ട്, നിയമങ്ങളെ ഉറപ്പിക്കുന്നുണ്ട്. ദൈവം വെച്ച നിയമങ്ങളെ ഉറപ്പിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം അതിശക്തമായിട്ട് മനുഷ്യരുമായിട്ട് വെച്ചിട്ടുള്ള ഉടമ്പടികൾ നമ്മൾ കണ്ടും കേട്ടും ഇപ്പോൾ മനസ്സിലാക്കിയും നമ്മൾ ഇരിക്കുന്നു. 2 ശമൂവേൽ 7:12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ദാവീദ് രാജാവിന് ദൈവം കൊടുത്ത ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു നിയമം, ആ ഒരു വാഗ്ദത്തം നമുക്ക് അവിടെ വായിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയും. ഞാൻ അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടികൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടികൊണ്ടും ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുൻപിൽ നിന്നു ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിങ്കൽ നിന്നു ഞാൻ എൻ്റെ ദയ നീക്കിയതുപോലെ അതോ അവങ്കൽ നിന്നും നീങ്ങിപ്പോകയില്ല. നിന്റെ ഗൃഹവും നിന്റെ രാജ്യത്വവും എൻ്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചതായിരിക്കും. ഉടമ്പടി ഉള്ളവർ, അല്ല ദൈവവുമായിട്ട് നിയമം ചെയ്ത വ്യക്തികൾ പാപത്തിൽ വീണാൽ ദൈവം അവരെ അങ്ങ് ആ കുഴിയിലേക്ക് ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്യുന്നത്. അറിയാതെ ഒരു പക്ഷേ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളിൽ നിന്നൊക്കെയും ആ പാപത്തെ വിടുവിച്ചെടുത്തുകൊണ്ട് നമ്മളെ നേർവഴിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ദാവീദ് വലിയ പാപം ചെയ്തു. എന്തൊക്കെയാണ്? വ്യഭിചാരം ചെയ്തു, കൊലപാതകം ചെയ്തു, വ്യാജം പ്രവർത്തിച്ചു. പക്ഷേ അങ്ങനെ പ്രവർത്തിച്ചു നിൽക്കുന്ന ദൈവ ഉടമ്പടി ചെയ്തിട്ടുള്ള ഒരു മനുഷ്യന്റെ ഇടയിലേക്ക് അടുത്തൊരു വ്യക്തിയെ വിടുകയാണ്. നാഥാൻ പ്രവാചകനെ വിട്ടു. അവിടെ ദൈവം ചെയ്യുന്നത്
താൻ കൊടുത്തിരിക്കുന്ന കവനന്റ്, താൻ കൊടുത്തിരിക്കുന്ന ഉടമ്പടി തെറ്റിപ്പോയ മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്തുന്ന, ക്രമപ്പെടുത്തുന്ന ഒരു പിതാവിനെ, ഒരു ദൈവത്തിനെ നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ 14-ാം വാചകത്തിൽ വായിക്കുന്നത് എനിക്ക് ഭയങ്കര ഹൃദ്യമായിട്ട് തോന്നിയൊരു വാക്യമാണത്. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അപ്പൊ ഉടമ്പടി ചെയ്തേക്കുന്നവർക്ക് പിതാവാം ദൈവം നമ്മുടെ പിതാവാണ്. നമ്മൾ പിതാവിന്റെ മക്കളാണ്. മക്കൾ കുറ്റം ചെയ്താൽ എന്ത് ചെയ്യും? ഞാൻ അവനെ മനുഷ്യരുടെ വടി കൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടി കൊണ്ടും ശിക്ഷിക്കും. അപ്പോ നമ്മൾ ഇവിടെ ചെയ്യുന്ന ചില പാപങ്ങൾക്ക്, ചില കഷ്ടതകൾ വരുമ്പോൾ, ചില അടികൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ദൈവം മനുഷ്യരിലൂടെ എനിക്ക് ആ കഷ്ടങ്ങൾ തരുന്നുണ്ട്. അപ്പോ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടുന്ന കാര്യം, പാപം ചെയ്താൽ അതിനൊരു ശിക്ഷ ഇവിടെ കിട്ടും, ഒരു ബാലശിക്ഷ ഇവിടെ കിട്ടും. എന്നാൽ അവന് കൊടുത്തേക്കുന്ന ഉടമ്പടി, നീ അങ്ങ് പാപം ചെയ്തല്ലോ, ഇനി നിനക്ക് ഞാൻ തരത്തില്ല. നമ്മൾ മനുഷ്യർ ചെയ്യുന്ന കണക്ക് ഒരാൾക്കൊരു കാര്യം കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ ഒരാൾക്കൊരു നന്മ ചെയ്യണമെന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോൾ അവൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, ഒരു പക്ഷെ കഴിഞ്ഞ ദിവസം വരെ 99 ശരിയും ചെയ്തിട്ട് നിൽക്കുന്നവനായിരിക്കാം. എന്തെങ്കിലും ഒരു വാക്കിലോ നോട്ടത്തിലോ പ്രവൃത്തിയിലോ ഒരു ചെറിയൊരു തെറ്റ് സംഭവിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്ത 99 നന്മകളും ഓർക്കാതെ അവനെ തള്ളിക്കളയുന്ന സ്വഭാവം മനുഷ്യർക്കുണ്ട്. എന്നാൽ ദൈവത്തിന് അതില്ല. അവന്റെ പാപത്തിനുള്ള ശിക്ഷ അവൻ ഈ ലോകത്തിൽ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ആ പാപത്തിനുള്ള ശിക്ഷ മനുഷ്യപുത്രന്മാരിലൂടെ ദൈവം അത് കൊടുക്കുകയും പിന്നീട് എന്താണ്, ദൈവം അവനെ ആ പാപത്തിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ ദൈവം ചെയ്യുന്നത്. ദൈവം ക്ഷമിക്കുന്നു, പാപത്തിന് ക്ഷമ നൽകിക്കൊണ്ട് ആ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് നമ്മൾ നശിച്ചു പോകാതെ കണ്ട് ദൈവം നമ്മളെ വീണ്ടെടുക്കുന്ന ഒരു ദൈവം. ഞാൻ വേദപുസ്തകം പഠിച്ചപ്പോൾ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ പോയി പാപം ചെയ്യണമെന്നല്ല, പൗലോസ് പറയുന്നത് പോലെ പാപം ചെയ്യണമെന്നല്ല. എന്നാൽ തെറ്റിപ്പോയൊരു മനുഷ്യൻ ഇന്ന് യഥാസ്ഥാനപ്പെട്ട് വരാൻ വേണ്ടിയിട്ട് യേശുവിന്റെ തിരുരക്തം നമ്മളെ വിളിക്കുന്നുണ്ട്. പഴയ നിയമ കാലഘട്ടമാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിലും നമ്മുടെ സഞ്ചാരം പോകുന്നത് പുതിയ നിയമ കാലഘട്ടത്തിലേക്കാണ്. അപ്പൊ അന്ന് മോശ രക്തം തെളിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് നൽകിയ ആ ഒരു നിയമത്തെ തുടർന്ന് വന്നുകൊണ്ട് നമ്മുടെ ദാവീദ് രാജാവിന് ദൈവം നൽകിയ കവനന്റ് ഉടമ്പടിയെ തെറ്റിച്ചുകൊണ്ട് ദാവീദ് രാജാവ് നിന്നപ്പോൾ അവിടെ ദൈവം അവനെ വീണ്ടെടുക്കുന്ന ദൈവമായിട്ടാണ് നമ്മൾ കാണുന്നത്. അവനെ നശിപ്പിച്ചു കളയുന്ന ദൈവമല്ല. പലരുടെയും സംസാരങ്ങളിൽ, ഇപ്പൊ ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് വന്നതാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വചനത്തെ കുറിച്ചൊന്നും ആധികാരികമായിട്ട് അറിയാതെ നിന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം വചനം വായിക്കുമ്പോൾ വെറും അക്ഷരങ്ങളായിട്ട് മാത്രം തിരിച്ചറിഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഫാസ്റ്റ് ടെൻസ് ആണ്, അത് കഴിഞ്ഞു പോയി. അപ്പൊ അന്ന് വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് എന്താണ്, അതിന്റെ ഉള്ളർത്ഥം എന്താണെന്നൊന്നും മനസ്സിലായിരുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ആത്മാവിൽ ഞാൻ വചനങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നത്, കുഞ്ഞെ, പാപം ചെയ്ത് കഴിഞ്ഞൊരു മനുഷ്യനെ തള്ളിക്കളയുന്ന ഒരു പിതാവല്ല ഞാൻ അവനെ തിരിച്ച് മനസാന്തരപ്പെട്ടവൻ എന്നിലേക്ക് മടങ്ങി വന്നാൽ ഞാൻ അവനെ ചേർത്തണയ്ക്കുന്ന ഒരു ദൈവമാണ്, അല്ലാതെ ഞാൻ കരുണയില്ലാത്ത ദൈവമല്ല. അപ്പൊ ഇന്ന് തെറ്റിപ്പോയിരിക്കുന്ന കുഞ്ഞുങ്ങളോടാണ് എന്റെ ഈ ഒരു വാക്കുകൾ വരുന്നത്. ദൈവം നിങ്ങളുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ തരും. അത് ഇപ്പോ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട്, നമ്മുടെ ദേഹത്തൊരു മുറിവ് വന്നാൽ ആ മുറിവുണങ്ങും. ശരിയല്ലേ? മുറിവുണങ്ങും. മുറിവ് മരുന്ന് വെച്ച് കെട്ടുന്നു, അല്ലെ സ്റ്റിച്ചിടുന്നു. മുറിവ് അവിടെ കോശങ്ങൾ തമ്മിൽ കൂടിപ്പിടിക്കുന്നു, ചേരുന്നു, മുറിവ് ഉണങ്ങി മാറുന്നു. പക്ഷെ ആ പാടൊരിക്കലും മായുന്നില്ല. ഇന്ന് പാട് മായ്ക്കാനൊക്കെ ഉള്ള സാധന സാമഗ്രികളൊക്കെ ഉണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് സർജറി ചെയ്യാം, കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവന്റെ പാട് അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നതുപോലെയാണ് നാം ഒരു തെറ്റ് ചെയ്താൽ, ഒരു പാപം ചെയ്താൽ ആ പാപത്തിന്റെ ഒരു പരിണിത ഫലമുണ്ട്. അത് നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. എന്നാൽ നമുക്ക് ദൈവം വാഗ്ദത്തം തന്നിരിക്കുന്ന ദേശത്തിലേക്ക്, അല്ലെ വാഗ്ദത്തം നമ്മളുമായി ഉടമ്പടി ചെയ്തേക്കുന്ന ദൈവം നമുക്ക് വാഗ്ദത്തം തന്നേക്കുന്ന കാര്യങ്ങൾക്ക് ദൈവം വീഴ്ച വരുത്തത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഒരു തെറ്റ് ചെയ്തപ്പോഴത്തേന് ഇനി ഞാൻ അവന് ചെയ്യാനുള്ളതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്ന മനുഷ്യന്റെ ഭാവമല്ല ദൈവത്തിനുള്ളത്. ദൈവം അവിടെ നോക്കും, നിന്നെ തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ദൈവത്തിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്നവർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അയ്യോ ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ പാപം ചെയ്തു പോയി, ഒരു സമയത്ത് ഞാൻ ദൈവത്തെ ഒരുപാട് ആരാധിച്ചിരുന്ന വ്യക്തിയാണ്, ഒരു സമയത്ത് ഞാൻ വളരെ ആത്മാവിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിയാണ്, കൃപാവരങ്ങളാൽ ജ്വലിക്കപ്പെട്ടിരുന്ന വ്യക്തിയാണ്, പക്ഷെ ഞാൻ തെറ്റിപ്പോയി,
തെറ്റിപ്പോയി, ഇനി എൻ്റെ പിതാവ് പോലും എന്നോട് ക്ഷമിക്കില്ല, എനിക്കിനി കടന്നു പോകാൻ എങ്ങുമില്ല എന്ന് പണ്ട് യൂദ ചിന്തിച്ചതുപോലെ ആകരുത്. തിരിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വരൂ, ദൈവത്തിലേക്ക് മടങ്ങി വരൂ. ദൈവം സർവവും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ദീർഘക്ഷമയുള്ള ദൈവമാണ്. അപ്പൊ നമ്മൾ കാണുന്ന ഒരു ദാവീദ് തെറ്റിപ്പോയ മനുഷ്യനാണ്, തെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ദൈവം കൊടുത്തൊരു വാഗ്ദത്തം, അവിടെ ശലോമോൻ എന്ന് പറയുന്ന ബുദ്ധിയും ജ്ഞാനവും സകലതും തികഞ്ഞിട്ടുള്ളൊരു കുഞ്ഞിനെ ദൈവം അവിടെ ദാവീദിന് കൊടുക്കുകയുണ്ടായി. അപ്പൊ ദൈവം വെച്ചേക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് കുറവ് വരുത്തുന്ന ഒരു ദൈവമല്ല എന്ന് നമ്മൾ അതിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ഉടമ്പടിയുള്ള വ്യക്തികൾക്ക്, ദൈവത്തിന്റെ നിയമത്തിനകത്ത് ജീവിക്കുന്ന വ്യക്തികൾക്ക് 4 ഭാഗത്തു നിന്നും അക്രമങ്ങൾ ഉണ്ടാകാം, പരിഹാസങ്ങൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ദൈവം അവരെ സംരക്ഷിച്ചു നിർത്തുന്നുണ്ട്. അവിടെ അബ്ശലോം കലാപം നടന്ന സമയത്ത് ദാവീദ് അവിടെ നിന്ന് ഓടിപ്പോകുന്ന ഒരു ദൃശ്യമുണ്ട്. ആ പോകുന്ന സമയത്ത് ദൈവം അവനെ ഏറ്റവും നന്നായി കാത്തുകൊള്ളുന്നു. കൃപയുള്ള ഒരുപാട് മനുഷ്യർ അവന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. ദൈവം ദാവീദിന്റെ ജീവൻ രക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾ ദൈവം അവിടെ ചെയ്തെടുക്കുന്നതായിട്ട് നമുക്ക് വായിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അപ്പൊ ദൈവം ഒരിക്കലും ദാവീദിനെ, അല്ലെങ്കിൽ പാപം ചെയ്തു, അവൻ ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ദൈവം തള്ളിക്കളഞ്ഞില്ല. ദൈവം അവനെ ചേർത്തു പിടിച്ചു. അപ്പോ ഈ വാക്യങ്ങളിലൂടെ ദൈവം തന്റെ വചനം ഉറപ്പിക്കുകയാണ്. ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞെ, ഞാനും നീയുമായിട്ടൊരു ഉടമ്പടി ഉണ്ടെങ്കിൽ ആ ഉടമ്പടിയെ മറക്കുന്നൊരു ദൈവമല്ല ഞാനെന്ന് ദൈവം ഓർപ്പിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ആ ഒരു ഉടമ്പടിയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അപ്പൊ ദൈവം നമുക്ക് തന്നേക്കുന്ന ഉടമ്പടിയിൽ ദാവീദ് രാജാവിന് കൊടുത്ത ഉടമ്പടി നമ്മൾ കണ്ടു. ഇനിയത്തെ ഒരു ഉടമ്പടി എന്ന് പറയുന്നത് പുതിയ നിയമ ഉടമ്പടിക്ക് വേണ്ടുന്നതിന്റെ ഒരു മുന്നറിയിപ്പ് തരുന്നതായിട്ട് പഴയ നിയമത്തിൽ പറഞ്ഞേക്കുന്ന ഒരു ഉടമ്പടിയാണ്. നമുക്കതുകൂടി നോക്കാം. ഇരമ്യാവ് 31:31, 32, 33 വാക്യങ്ങൾ. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. 33 വാക്യം. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമാകും, അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരു നീണ്ട കാലഘട്ടം, അവിടെ ഈ വചനങ്ങളിലൂടെ വേർപിരിയുന്ന ഒരു സമയമാണത്. ദൈവം കൽപ്പനകളിൽ നിയമം കൊടുത്തു, രക്തം തളിച്ചു കൊടുത്തു, നേരിട്ട് സംസാരിച്ചു, പല നേരിട്ട് പ്രത്യക്ഷനായി, ഇങ്ങനെയൊക്കെ പല രീതിയിൽ ദൈവം പഴയ നിയമ കാലഘട്ടങ്ങളിൽ ജനങ്ങളുമായിട്ട് സംവദിച്ചു. എങ്കിലും കൂടെ നടന്നു. പഴയ നിയമത്തിൽ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, എന്നും വൈകുന്നേരം ദൈവം എന്ത് ചെയ്യും? നടക്കാനിറങ്ങി വരും. അദാമിന്റെ ഹവ്വയുടെ ഒപ്പം അവിടെ നടക്കുന്ന സായാഹ്നത്തിൽ നടക്കാൻ വരും. അപ്പൊ അത്രത്തോളം ദൈവം വന്ന് വസിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും അടുത്തൊരു കാലഘട്ടത്തിലേക്ക് മാറാൻ പോകുന്ന വളരെ മേന്മയുള്ള ഒരു വചനമാണിത്. പുതിയൊരു നിയമം, പുതിയൊരു ഉടമ്പടി, പുതിയൊരു കവനന്റ് വെക്കുന്ന ഒരു സമയം വരുന്നു. അത് ഇപ്പം നിയമം വന്നു കഴിഞ്ഞു. അപ്പൊ ആ വരുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞേക്കുന്നതാണ്. അത് നേരത്തെ ആദിമകാലത്തിൽ പലർക്കും ഞാൻ നിയമം കൊടുത്തിരുന്നു. അവരൊക്കെ തെറ്റിപ്പോയതും നിങ്ങൾ കണ്ടു. ഞാൻ അവർക്ക് കൊടുത്ത നിയമം പോലെയല്ല. ഇപ്പോൾ തരുന്ന നിയമം എങ്ങനെയാണ്? ഞാൻ അവർക്ക് കൊടുക്കുന്ന നിയമം പോലെയല്ല. കാരണം ഞാൻ അവരുടെ ഭർത്താവായിരുന്നിട്ടും അവരെന്നെ അറിഞ്ഞില്ല. അവര് ക്രമം കെട്ടു നടന്നു. പല രീതിയിൽ അവർ എന്നിൽ നിന്നും തെറ്റിപ്പോയി. അപ്പൊ അവർക്ക് ആ നിയമം പാലിച്ചെടുക്കാൻ പറ്റിയില്ല. ആ നിയമത്തിൽ നിൽക്കാൻ പറ്റിയില്ല. ആ ഉടമ്പടിയിൽ നിൽക്കാൻ പറ്റിയില്ല. ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉടമ്പടിയെ പാലിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞാൻ നിന്നിരുന്നു. പക്ഷെ അവർ നിന്നിരുന്നില്ല, അവർ തെറ്റിപ്പോയി. എന്നാൽ ഞാനൊരു പുതിയ നിയമം, പുതിയ ഉടമ്പടി വെക്കുന്നു. ഉടമ്പടി വെക്കുന്നത് കല്ലിലും പ്രതിഷ്ഠകളും കൈപ്പണിയായതിനകത്തുമല്ല.
ആ ഉടമ്പടി വെക്കുന്നത് ഹൃദയത്തിനകത്താണ്. ഹൃദയത്തിന്റെ കൽപ്പകലകയിലാണ് എഴുതുന്നത്. അവിടെ ഹൃദയത്തിൽ എഴുതി വെക്കുന്നു. ആ ദൈവത്തിന്റെ ഉടമ്പടി എഴുതി വെക്കുകയും ഇവരൊക്കെ ദൈവത്തിന്റെ ജനമായിരിക്കുകയും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതൊരു വലിയ ഹൃദയമാറ്റമായിട്ട്, ഹൃദയത്തിന്റെ ഒരു വലിയ മാറ്റമായിട്ടാണ് അവിടെ ആ ഒരു വചനത്തിലൂടെ പറയുന്നത്. അതൊരു പുറമേ ഉള്ളൊരു അനുസരണമല്ല. ഹൃദയത്തിനകത്ത് ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന വ്യക്തിയായിട്ട് ദൈവം മാറുന്നു. ഹൃദയത്തിനകത്ത് നമ്മൾ പുറമേ ചെയ്യുന്നതും പുറമേ കാണിക്കുന്നതും ഒന്നുമല്ല ദൈവം അവിടെ നോക്കുന്നത്. ഹൃദയത്തിനകത്താണ് നമ്മൾക്ക് നിയമങ്ങൾ എഴുതി തന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം, പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലമായിട്ട് ഉള്ളില് ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ട് നമ്മുടെ ഉള്ളിൽ അത് എഴുതി വെക്കുന്നുണ്ട്. ദൈവത്തോടുള്ള വ്യക്തിഗത ബന്ധം അവിടെ ഉണ്ടായി വരുന്നു. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായി ഇരിക്കുമെന്നുള്ള ആ വ്യക്തിഗതമായിട്ടുള്ളൊരു ബന്ധം അവിടെ വരുന്നു. 34 വാക്യത്തിലൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ പാപം ക്ഷമിക്കും. അങ്ങനെ തുടങ്ങി ദൈവം ഒരുപാട് കാര്യങ്ങളിൽ ആ ഒരു പുതിയ നിയമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം ഒരുക്കിക്കൊണ്ട് ദൈവം അവിടെ സംസാരിക്കുന്ന വചനങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. അപ്പൊ പഴയ നിയമ കാലഘട്ടത്തിൽ കുറെ ഉടമ്പടികൾ ഇവിടെ വെച്ചിരുന്നു. ദൈവവും മനുഷ്യരുമായിട്ട് കുറെ ഉടമ്പടികൾ വെച്ചു. ദൈവവും പ്രകൃതിയുമായിട്ട് കുറെ ഉടമ്പടികൾ വെച്ചു. സകല ജീവജാലങ്ങളുമായിട്ട് ഉടമ്പടികൾ വെച്ചതൊക്കെ നമ്മൾ കണ്ടു. ദൈവം ഒരു നിയമം വെച്ചാൽ ആ നിയമത്തെ അനുസരിക്കാൻ, ഫോളോ ചെയ്യുവാൻ വേണ്ടിയിട്ട് ജനിക്കപ്പെട്ടവരാണ് നമ്മൾ എന്തിനാണ് ജനിച്ചത്? ഒന്നാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ദൈവം വച്ചേക്കുന്ന നിയമത്തെ ഫോളോ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ജനിച്ചത്. തിരിച്ചറിയാതെ പോകരുത്. നിയമം എന്താണെന്ന് മനസ്സിലാക്കണം. അറിയില്ല എന്ന് പറഞ്ഞു ഒഴിയാൻ പറ്റില്ല. പഠിക്കണം, നിയമം പഠിക്കണം, ദൈവത്തിന്റെ നിയമങ്ങളെ മനസ്സിലാക്കണം, ദൈവം എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ദൈവത്തിന്റെ പഴയ നിയമ കാലഘട്ടത്തിലുള്ള ഉടമ്പടികളൊക്കെ നമ്മൾ കണ്ടു. അടുത്തൊരു വീഡിയോ പുതിയ നിയമ കാലഘട്ടത്തിന്റെ ഉടമ്പടികൾ. ആ ഒരു ഉടമ്പടികൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ തരുന്ന, എന്നെയും നിങ്ങളെയും ജ്വലിപ്പിക്കുന്ന, അന്യനെന്ന മേലെഴുത്ത് മായ്ച്ചു കളഞ്ഞ് കൃപയുടെ അഭിഷേകത്താൽ പൊതിയുന്ന, ദൈവം കൈപിടിച്ച് നടത്തുന്ന, സ്വകാര്യ നിമിഷങ്ങളിലേക്ക് കടന്നു വരുന്ന, നമ്മുടെ കൂടെ എപ്പോഴും ഇരിക്കുന്ന, നമ്മുടെ കൂടെ സംവദിക്കുന്ന, നമ്മുടെ കൂടെ കളിച്ച് ചിരിച്ച് നമ്മൾ കരയുമ്പോൾ കൂടെ കരഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് പരിചയപ്പെടാം. പുതിയ നിയമം. അപ്പൊ എന്തായിരുന്നാലും ദൈവമക്കളെ, ഈ ഒരു പഴയ നിയമ ഉടമ്പടികൾ, ദൈവവും നമ്മളുമായിട്ടുള്ള ഉടമ്പടികൾ പഴയ നിയമ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു, മനുഷ്യരുമായിട്ട് എങ്ങനെയായിരുന്നു എന്നുള്ള ഉടമ്പടികൾ നമ്മൾ കണ്ടു. ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. പലപ്പോഴും നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ട്, ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. അനുസരിക്കാതെ, പഠിക്കാതെ, മനസ്സിലാക്കാതെ. പഠിച്ചെങ്കിലല്ലേ പരീക്ഷ എഴുതേണ്ടി വരൂ, പഠിക്കാതിരുന്നാൽ കുഴപ്പമില്ലല്ലോ എന്നുള്ള ചിന്തയിലല്ല നമ്മൾ കൃത്യമായിട്ട് ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ മനസ്സിലാക്കി, ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന, ദൈവത്തിന്റെ നിയമത്തിനനുസരിച്ച് നിൽക്കുന്ന. ദൈവം നിയമം വെച്ചേക്കുന്ന എന്തിനാണ്? അതൊരു ഒരു ചോദ്യമായിട്ട് മുന്നിൽ നിൽക്കട്ടെ. എന്തിനാണ് ഈ ദൈവം നിയമം വെച്ചത്? നമ്മൾ ദൈവത്തോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു നിയമത്തിനകത്ത് വന്ന് ദൈവത്തിന്റെ ഉടമ്പടിയെ നമ്മൾ സ്വീകരിച്ച്, ദൈവത്തിന്റെ നിയമത്തെ നമ്മൾ പാലിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ദൈവം ഉടമ്പടി വെച്ചത്. ആ ഉടമ്പടിയെ നമ്മൾ പാലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളൊക്കെയും നമുക്ക് പ്രാപിച്ചെടുക്കാം. ഒരുപാട് ശിക്ഷകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല. അപ്പൊ പിന്നെ ചിലർ ചോദിക്കും, അയ്യോ ഞാൻ ഉടമ്പടിയെല്ലാം പാലിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇപ്പോഴും ശിക്ഷകളുണ്ടല്ലോ, എനിക്ക് കഷ്ടങ്ങളുണ്ടല്ലോ. ചില കഷ്ടങ്ങൾ ചില നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നേ. ആ കഷ്ടങ്ങളൊക്കെ വിട്ടേക്കൂ. എല്ലാ കഷ്ടവും നമ്മൾ പാപം ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതിന്റെ ശിക്ഷയായിട്ടൊന്നും ആരും വിചാരിക്കണ്ട. അത് നമ്മൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു തരുവാൻ, ആ കഷ്ടത്തിൽ കിടക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഹൃദയം കൊണ്ട് അവരോട് ചേർന്ന് വരുവാൻ, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുടെ ദൈവം കഷ്ടം അനുവദിക്കാറുണ്ട്. തമ്പുരാൻ ശക്തമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിഷമത്തോടെ ഇരിക്കുന്നെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊള്ളൂ. നമുക്ക് സംസാരിക്കാം, കൗൺസിലിംഗ് എടുക്കാം, നമ്മുടെ മനസ്സിന്റെ ഹൃദയഭാരങ്ങളെ കുറയ്ക്കാം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. ദൈവം അതിലൂടെയും നിങ്ങളെ അനുഗ്രഹിക്കും.